ഹലോ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്താണ്. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ അതിന് പറയും. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ അനാലിസിസ് സ്ട്രക്ചർ സെലക്ട് ചെയ്തില്ലേ, അനാലിസിസ് സ്ട്രക്ചർ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ റിഡൻഡൻറ്റും നമ്മൾ ഏതൊക്കെ എത്ര റിഡൻഡൻ്റ് ഉണ്ടെന്നും നമ്മൾ കണ്ടുപിടിച്ചു. മെട്രിക്സ് സ്റ്റെപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഈ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് നമ്മൾ R1 R2 എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിഡൻഡൻറ്റിനെ നമ്മൾ X1 X2 എന്ന് നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ R1 R2 R3 എത്ര അനാലിസിസ് സ്ട്രക്ചറിൽ എത്ര സിസ്റ്റം കോർഡിനേറ്റ്സ് ഉണ്ടോ അത്രയും നമ്മൾ R1 R2 R3 അങ്ങനെ എടുക്കും അല്ലേ, ഓർഡറിൽ അങ്ങനെ എടുക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റം കോർഡിനേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ സിസ്റ്റം കോർഡിനേറ്റ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആ ഒരു പെർട്ടിക്കുലർ ബീമിൻ്റെ എന്ത് കിട്ടും, അതിന് ആ സിസ്റ്റം കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെമ്പറിലുള്ള എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കിട്ടും. എലിമെൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അതിലെ മൊമെൻ്റാണ് നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ സിസ്റ്റം കോർഡിനേറ്റിന് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ, സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള മൊമെൻ്റ് തന്നെയാണ്, അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റ് കോർഡിനേറ്റ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് കിട്ടും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ റിഡൻഡൻസിനും യൂണിറ്റ് വാല്യൂസ് അപ്ലൈ ചെയ്യുക, X1 X2 എന്നുള്ളതിന്. എന്നിട്ടും ഇതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റം കോർഡിനേറ്റ്സിനും എലിമെൻറ്റ് കോർഡിനേറ്റ്സിനും, അതായത് സ്ട്രക്ചർ കോർഡിനേറ്റ്സിനും നമ്മൾ യൂണിറ്റ് വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട്, സ്ട്രക്ചർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ് യൂണിറ്റ് വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ ഈ അങ്ങനെ കിട്ടുന്ന എലിമെൻറ്റ് കോർഡിനേറ്റ്സിൻ്റെ മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് which shows the relation between എന്താണ് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് ടു എക്സ്റ്റേണൽ നോഡൽ ഫോഴ്സ്. അതായത് നമ്മൾ എക്സ്റ്റേണലി ഒരു നോഡിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ മൊമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു നോഡിൽ നമ്മൾ പെർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു മെമ്പറിൻ്റെ എലിമെൻസിൻ്റെ, അതായത് മെമ്പറിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. ആ ഒരു നോഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആ മെമ്പറിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ്, അതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ R1 R2 എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ നോഡൽ ഫോഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ നോഡൽ ഫോഴ്സിനെ കൊണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സിൽ എന്താണ് അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ റിലേഷൻ എന്താണ് എന്നതാണ് നമ്മൾ ഈ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ആക്ച്വലി ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സിനെയും എക്സ്റ്റേണൽ നോഡൽ ഫോഴ്സിനെയും തമ്മിലൊരു റിലേറ്റ് ചെയ്യുന്നൊരു മെട്രിക്സ് ആണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, force transformation matrix is a regular matrix which relates the internal member force to the external nodal force. മനസ്സിലായില്ലേ? ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് എലിമെൻറ്റ് കോർഡിനേറ്റ്സ്, എക്സ്റ്റേണൽ നോഡൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള സിസ്റ്റം കോർഡിനേറ്റ്സ്. ഓക്കെ, അത് നമ്മൾ റിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ BR. BR എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. The element of the above matrix are the influence coefficients for the force transformation matrix. നമ്മൾ ബി മെട്രിക്സ് എന്നാണ് പൊതുവെ പറയുക. ബീൻ്റെ അകത്ത് ബി മെട്രിക്സിൻ്റെ അകത്ത് BR മെട്രിക്സ് ഉണ്ട്, BX മെട്രിക്സ് ഉണ്ടാവും. BR എന്ന് പറയുന്നത് ഇങ്ങനെ റിഡൻഡൻറ്റ്, BR എന്ന് വെച്ചാൽ സിസ്റ്റം കോർഡിനേറ്റ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ്. BX എന്ന് പറയുന്നത് റിഡൻഡൻസിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പം ഈ BR മെട്രിക്സിൻ്റെ അകത്തുള്ള എലിമെൻറ്റ്സ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറയുന്നത് അതിൻ്റെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്താണെന്നും സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റാണ് ഈ BR മെട്രിക്സിൽ എലിമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൺ ടിപ്പിക്കൽ എലിമെൻറ്റ് BIJ is the value of the internal force component QI caused by the unit value of the external load RJ. അതാണ് പറയുന്നത്. അത് BIJ എന്ന് പറഞ്ഞൊരു മെമ്പറിനെ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് പറയുന്നത്.
അതായത് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് ith പൊസിഷനിലുള്ള ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് എവിടെ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പം യൂണിറ്റ് വാല്യൂ ഓഫ് ദ എക്സ്റ്റേണൽ ലോഡ് ആർ jth പൊസിഷനിലെ റിയാക്ഷന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പം ith പൊസിഷനിലുണ്ടായ ഇൻറ്റേർണൽ ഫോഴ്സാണ് അതിൻ്റെ BIJ എന്ന് പറയുന്നതിനെ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾ അതർ എക്സ്റ്റേണൽ ലോഡ്സ് ഓൺ ദ സിസ്റ്റം റിമെയിൻ 0. Force transformation matrix is merely an expression of the equilibrium of the system. ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, for a statically determinate system, each of the member force may be expressed in terms of external joint forces by using the equilibrium condition of the system alone. അതായത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ അതിൻ്റെ ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ നോഡൽ ഫോഴ്സ് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ നോഡൽ ഫോഴ്സ് Q is equal to B1 B11 B12 എന്ന് പറയുന്നത് നമ്മളെ B മെട്രിക്സിലെ എലിമെൻറ്റ്സ്. ഓക്കെ, B1 ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിലെ എലിമെൻറ്റ്സ്. R1 R2 R3 എക്സെട്ര R എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻറ്റേർണൽ എന്താണ് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് Q is equal to നമുക്ക് ഇങ്ങനെ ഇക്വേഷനകത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ Q1 Q2 Q3 എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സാണ്. R1 R2 R3 ആണെങ്കിൽ എക്സ്റ്റേർണൽ നോഡൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് നമുക്ക് മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതാം. മെട്രിക്സ് Q1 Q2 എക്സെട്ര Qn is equal to മെട്രിക്സ് B11 B12 up to B1. അതുപോലെ തന്നെ ഇങ്ങനെ എഴുതാൻ പറ്റും ഇൻറ്റു R1 R2 എക്സെട്ര Rn എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം. ഓക്കെ, Q equal to B into R എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഇത് വരുന്നത്. അത് Q is equal to BR into R എന്ന് വരും. ഓക്കെ, ഹിയർ ദ മെട്രിക്സ് BR B11 B12 B1 എന്ന് പറയുന്ന എലിമെൻറ്റ്സുള്ള ഈ മെട്രിക്സ് BRനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ കേസിലാണ് നമ്മളിത് പറഞ്ഞത്. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അതിന് റിഡൻഡൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ BS മെട്രിക്സ് ഉണ്ടാവില്ല, വെറും BR മെട്രിക്സ് മാത്രമേ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി it is a force transformation matrix for determinate structure. Okay, for an indeterminate structure consists of unknown and unknown redundant forces. A similar equation based on the equilibrium condition can be written as Q is equal to BR into R plus BX into X എന്ന് നമുക്ക് എഴുതാം. അതായത് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആകുമ്പോൾ അതിൽ റിഡൻഡൻറ്റ് വരും. അപ്പോൾ റിഡൻഡൻറ്റ് വരുമ്പോൾ BX into X എന്ന് പറഞ്ഞ ടേം കൂടി എക്സ്ട്രാ വരും അതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാമെന്ന് പറയുന്നത് മെട്രിക്സ് ഫോം മെട്രിക്സ് ഫോമിൽ നമുക്കത് എന്ത് നമ്മൾ നേരത്തെ ഈക്വേഷൻ പഠിച്ചിട്ടുണ്ട് BR into R plus BX into X എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് എഴുതാം Q is equal to BR into BX into R into X എന്ന് നമുക്ക് അതിനെ എഴുതാം. ഓക്കെ, Q എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സാണ്. BR എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. R അൺനോൺ നോഡൽ ഫോഴ്സ്. BX ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ ഇൻഡിറ്റർമിനേറ്റ് പാർട്ട്. X റിഡൻഡൻറ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ജനറലി നമ്മളതിനെ B എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ B മെട്രിക്സിനകത്ത് എന്തെല്ലാം ഉണ്ടാവും? BR ഉണ്ടാവും, BX ഉണ്ടാവും. BR നമുക്ക് എങ്ങനെ കിട്ടുക? R1 R2 R3ക്ക് യൂണിറ്റ് വാല്യൂ എടുക്കുമ്പോൾ BX ആണെങ്കിലോ X1 X2 X എന്ന റിഡൻഡൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സിൻ്റെ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി BIJ എന്ന് പറയുന്നത് BR മെട്രിക്സ് അതിനകത്തുള്ള എലിമെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യൻറ്റിനെയാണ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. നിങ്ങൾ സ്റ്റെപ്പ് പറയുമ്പോൾ ഞാനൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൻ്റെ കേസിൽ. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു 2-3 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.